ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടർ. ഇന്നൊരു രസകരമായ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് മീ വി ഹാവ് സിദ്ധാർത്ഥ് വിത്ത് അസ്. സോ സിദ്ധാർത്ഥ് ഇപ്രാവശ്യത്തെ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതി ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, റിസൾട്ട് വെയിറ്റിംഗ് ആണ്. സോ നമ്മളിങ്ങനെ ഒരു സീരീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി, അതായത് കാണുന്ന ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പ്രിലിംസ് ആണല്ലോ എല്ലാവരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. പ്രിലിംസ് ക്ലിയർ ചെയ്യാന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ഓൾറെഡി സിദ്ധാർത്ഥ് പ്രിലിംസ് ക്ലിയർ ചെയ്തുകൊണ്ട് വിത്ത് അസ് നമ്മുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. So this segment is called How I Cleared My Prelims with Siddharth. അപ്പോൾ ഏറ്റവും കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾ പണ്ട് പ്രിപ്പയർ പഴയ കാലത്ത് കാര്യം പറഞ്ഞതിനെക്കാട്ടും ഇപ്പോഴത്തെ കാര്യം ഏതാണ്, എന്താണ് സിദ്ധാർത്ഥന്റെ മനസ്സിൽ ഓരോ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തോന്നിയത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ ആസ്പിരിറ്റ് എങ്ങനെയാണ് ചിന്തിച്ചത് അതിലേക്ക് എത്തിയതെന്ന് അറിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും. സോ ഇൻ ദിസ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെഷൻ ഹൗ ഐ ക്രാക്ട് മൈ പ്രിലിംസ് വിത്ത് സിദ്ധാർത്ഥ്. ഹായ് സിദ്ധാർത്ഥ്. അപ്പോൾ ഇതിൽ തന്നെ നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തപോലെ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സിദ്ധാർത്ഥിന്റെ എത്രാമത്തെ പ്രിലിംസ് ആയിരുന്നു അത്? ഇതെന്റെ തേർഡ് പ്രിലിംസ് ആണ് സർ. 2 പ്രിലിംസ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 അറ്റംപ്റ്റ്സിൽ പ്രിലിംസ് കിട്ടി, ക്ലിയർ ഇല്ല. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ടു ബി നോട്ടഡ്. കാരണം മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുക്കുന്ന ആൾക്കാർ ടെൻഷൻ. ആദ്യത്തെ 2 അറ്റംപ്റ്റ് പഠിച്ചു ചെയ്താണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ട്രയൽ അറ്റംപ്റ്റ് ആയിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റ് ഒരു സീരിയസ് അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ കിട്ടിയില്ല. തേർഡ് അറ്റംപ്റ്റ് വി മെയ്ഡ് ഇറ്റ് ദിസ് ടൈം. വെരി ഗുഡ്. അപ്പോൾ അതിൽ വി ആർ ഓൾസോ വെരി ഹാപ്പി ദാറ്റ് യു ക്ലിയർ ദ പ്രിലിംസ്. അപ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കേണ്ടത്, ഇവിടെ ഒരു ടീച്ചർ എന്ന രീതിയിലല്ല, ഒരു ആസ്പിരൻറ്റ് എന്ന രീതിയിലാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ UPSC തന്നെ എല്ലാ കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ് സർ. ഇപ്പോൾ കഴിഞ്ഞ വർഷം only 1, only 2, only 3 ഇട്ട ആൾക്കാരെ മൊത്തം അവർ പേടിപ്പിച്ചു. യെസ്. ഇപ്രാവശ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൊത്തം ടേബിളാണ്. അതെ ടേബിൾസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സൈഡിൽ സ്ക്രീനിൽ കാണാം ഓരോ ചോദ്യങ്ങളും. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഫസ്റ്റ് ഇതിൽ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് ചോദിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യെസ് സർ. അത് ചെയ്യാൻ എളുപ്പമാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ പണ്ട് 2010 മുന്നേ ഒക്കെ CSAT ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ 2023 ശേഷമാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർ അതെ നമ്മൾ സമയം കളയാൻ പാടില്ല വായിച്ചിട്ട്. മീൻസ് പെട്ടെന്ന് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഒക്കെ മാർക്ക് ചെയ്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് അറ്റ്മോസ്ഫിയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അറ്റ്മോസ്ഫിയർ ഇസ് ഹീറ്റഡ് മോർ ബൈ ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ദാൻ ബൈ ടെറസ്ട്രിയൽ. സ്റ്റേറ്റ്മെന്റ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഗുഡ് അബ്സോർബേഴ്സ് ഓഫ് ലോങ് വേവ് റേഡിയേഷൻ. ഇത് എങ്ങനെ അറ്റംപ്റ്റ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്ട്രാറ്റജിയാണ്. നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ദി അറ്റ്മോസ്ഫിയർ ഇസ് ഹീറ്റഡ് മോർ ബൈ ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജോഗ്രഫി NCERTസിൽ മറ്റേ ഹീറ്റിംഗ് സൈക്കിൾ ഉണ്ട് എർത്തിൻ്റെ. ആ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാവാം ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ ഡോമിനൻ്റ്ലി എർത്തിൻ്റെ സർഫസിനെയാണ് ഹീറ്റ് ചെയ്യിക്കുക. എന്നിട്ട് അവിടുന്ന് ഇൻസുലേഷൻ മൂലം അറ്റ്മോസ്ഫിയർ ഹീറ്റഡ് ആവും. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മോർ ബൈ ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ശരി, അവിടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അടുത്ത് എന്തായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക സിദ്ധാർത്ഥിന്റെ ഒരു മൈൻഡ് സെറ്റിൽ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്തായാലും വായിച്ചു നോക്കും ഞാൻ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആർ ഗുഡ് അബ്സോർവേഴ്സ് ഓഫ് ലോങ് വേവ് റേഡിയേഷൻ. അവിടെ ഒരു കൺഫ്യൂഷൻ വരും ആസ്പിരൻസിന്. ഇവർ ലോങ് വേവ് എന്ന് വരുമ്പോൾ ലോങ് വേവും ഷോർട്ട് വേവും തമ്മിൽ അതാണൊന്ന് കൺഫ്യൂഷൻ. അത് അറിയായിരുന്നു എനിക്ക്. പക്ഷെ കൺഫ്യൂഷൻ വന്നാലും നമ്മൾ അതിൽ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്തായാലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് ഇൻകറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഇത് മീൻസ് നമ്മൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാണ്ട് വിടാൻ പാടില്ല ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. കാരണം അത് വലിയൊരു പോയിന്റ് ആണ്. കാരണം പല ആസ്പിരൻസും ഇതിന്റെ നീളം കാരണം ഇത് വായിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് പറ്റാതെ വിട്ടുകളയുന്നു. അതെ അത് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റാണോ കറക്റ്റ് ആണോ നമുക്കത് പോയിന്റ് ഔട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഗുഡ്. സോ ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 പിന്നെയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. തിക്നെസ് ഓഫ് ട്രോപ്പോസ്ഫിയർ അറ്റ് ദ ഇക്വേറ്റർ ഇസ് മച്ച് ഗ്രേറ്റർ ആസ് കമ്പയർഡ് ടു ദ പോൾസ്. At the equator, heat is transported to great heights by strong convectional current. ഒന്ന്
ഇതിന്റെ പോൾസും ഇക്വേറ്ററിന്റെയും ഈ തിക്നെസ്സും പിന്നെ കൺവെക്ഷനാണ് ചൂസ് ചെയ്യുക, പിന്നെ ജോഗ്രഫി തന്നെ. ജോഗ്രഫി എന്തായിരുന്നു യുവർ തോട്ട്സ്? ഇത് മീൻസ് ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ്, ബേസിക് കോൺസെപ്റ്റ്സ് NCERT പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. തിക്നെസ് ഓഫ് ദി ട്രോപ്പോസ്ഫിയർ അറ്റ് ദി ഇക്വേറ്റർ ഇസ് മച്ച് ഗ്രേറ്റർ ആസ് കമ്പയർഡ് ടു ദ പോൾസ്, ഒബ്വിയസ്ലി. കാരണം ഇക്വേറ്ററിലായിരിക്കും മോർ ഹീറ്റ്, അപ്പോൾ മോർ ഇൻസുലേഷൻ അവിടേക്ക് സംഭവിക്കുക. അതുകൊണ്ട് കാരണം തന്നെ ട്രോപ്പോസ്ഫിയർ ഇവിടെ ആയിരിക്കും തിക്നെസ് കൂടുതൽ. ഒരു 18 കിലോമീറ്റേഴ്സൊക്കെ തിക്നെസ് ഉണ്ടാകും ഈ ട്രോപ്പോസ്ഫിയറിന്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ നമുക്കത് അസ്യൂം ചെയ്യാം, എടുക്കാം. കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ കറക്റ്റ് ആകുമ്പോൾ പിന്നെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദി ഇക്വേറ്റർ ഹീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ബൈ സ്ട്രോങ് കൺവെക്ഷണൽ കറൻസ്. അപ്പോൾ നമ്മളതേ അസ്യൂം ചെയ്ത് അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് റീസണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും സ്വാഭാവികമായിട്ട് തെറ്റൊന്നുമില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനായിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എനിക്ക് കറക്റ്റാണ് തെറ്റാൻ പറ്റും. കറക്റ്റ്. അപ്പോൾ രണ്ട് ജോഗ്രഫി ക്വസ്റ്റ്യൻ ആയി. അടുത്തത് ജോഗ്രഫി. സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പക്കാ ക്വസ്റ്റ്യൻസ് ആണ്, മുമ്പും ചോദിച്ചിരുന്നു. അതായത് ഏതെങ്കിലും ഒരു സംഭവം വോൾക്കാനിക് എറപ്ഷനോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്തൊക്കെ സ്റ്റബിൾ ബേണിംഗ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരുന്നു. അതായത് എന്തെങ്കിലും ബേണിംഗ് ചെയ്താൽ എന്തൊക്കെ സാധനങ്ങൾ ആകാശത്തേക്ക് പോകും. അപ്പോൾ ഗ്യാസ് എന്ന രീതിയിൽ ഇതിൽ പൈറോക്ലാസ്റ്റിക് ഡെബ്രി, ആഷ് ആൻഡ് ഡസ്റ്റ്, നൈട്രജൻ കോമ്പൗണ്ട്, സൾഫർ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്? ആ മൈൻഡ് സെറ്റ് എന്താ വരുന്ന സമയത്ത്? ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വോൾക്കാനോ പിക്ചറൈസ് ചെയ്യുക. നമ്മളിപ്പോൾ വല്ല വീഡിയോസിലോ ന്യൂസിലോ വല്ല കണ്ട് വോൾക്കാനോ പിക്ചറൈസ് ചെയ്താൽ തന്നെ നമുക്കറിയാം. അതിൽ തന്നെ ആഷ് ആൻഡ് ഡസ്റ്റ് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ പൈറോക്ലാസ്റ്റിക് ഡെബ്രി എന്താണെന്ന് നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ അതും ഉറപ്പിക്കാം. പിന്നെ എങ്ങനെ ഒരു NCERT വായനയാണോ അതോ ജോഗ്രഫി വായിച്ചപ്പോഴാണോ എൻവയോൺമെന്റ് വായിച്ചപ്പോഴാണോ എങ്ങനത്തെ? പേഴ്സണലി ഞാൻ ഈ ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് എനിക്ക് അതിനുള്ള ധാരണ ഉണ്ടായിരുന്നു. അത് പിന്നെ നൈട്രജനും സൾഫർ കോമ്പൗണ്ട്സും എന്തായാലും എർത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അത് പുറമേലേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഓൾ ഫോറിലേക്ക് ഞാൻ പോയി. പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ട്, ഈ ഓപ്ഷൻ്റെ ഇതിന്റെ ഓപ്ഷൻ 1 2 3 4 അല്ല. അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ only 1 only 2 only 3 only 4 എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ഏതെങ്കിലും 3 ആവാം. യു വെന്റ് ഫോർ ഓൾ ഫോർ. ഓക്കെ, ഗുഡ്. ആൻഡ് പിന്നെ അടുത്തത് പിന്നെയും ഇത് ഐസോതെർമൽ മാപ്സ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ഈ ചോദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് റേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു മീഡിയം ലെവൽ. കാരണം ഡയറക്റ്റ് NCERT എടുത്തതാണ്, പക്ഷെ പലരും ഇത് വായിക്കാണ്ട് വിട്ടുപോകുന്ന ഒരു ഭാഗമായിട്ട് എനിക്ക് ഐസോതെർമൽ മാപ്പ് എന്ന് കാണുന്നത് മന്ത് ഓഫ് ജനുവരി എന്ന് കാണുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ്? ഒന്ന് നോർത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നു, കോണ്ടിനെന്റിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നു, പിന്നെ കുറെ ഗൾഫ് സ്ട്രീം, അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ പാനിക് ആയോ? ഇല്ല, ഞാനത് വായിച്ചിരുന്നു. അത് NCERTസിലുള്ളത് തന്നെയാണ്, വായിച്ചിരുന്നു ഞാനത്. പിന്നെ പാനിക് ആവേണ്ട വലിയ ഗുണമൊന്നുമില്ലാത്ത ഒന്നും നഷ്ടപ്പെടാനൊന്നും കിട്ടുക. അപ്പൊ എന്ത് ചെയ്തത്? പോയിന്റ് ആണ്, പാനിക് ആവാനൊന്നും ഇല്ല എന്ന് സിദ്ധാർത്ഥ് പറയുന്നത് വളരെ നല്ലതാണ്. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല, എന്തായാലും പരീക്ഷ പാനിക് ആയിക്കാട്ടും. എന്താണ് ആൻസർ വന്നതിനകത്ത്? എങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് വന്നത്? ഇതില് ഒന്നാമത്തത് NCERTസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗൾഫ് സ്ട്രീമും നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും ഹോട്ട് കറൻസ് ആണ്. കോൾഡ് ഓഷൻ കറൻസ് അല്ല, ഹോട്ട് ഓഷൻ കറൻസ് ആണ്. ഓക്കെ. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ അപ്പോൾ തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്തു. കാരണം ഗൾഫ് സ്ട്രീം നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും കോൾഡ് അല്ല. ദാറ്റ്സ് എ ഗുഡ് ക്യാച്ച്. അപ്പോൾ നമ്മുടെ ക്യാച്ച് അതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വായിച്ചിട്ട് അവിടുത്തെ ക്യാച്ച് വേർഡ് അത് കോൾഡ് അല്ല. അപ്പോൾ തന്നെ രണ്ട് കട്ട് ചെയ്തപ്പോൾ തന്നെ സിയും പോയി, ബിയും പോയി. സിയും പോയി, ബിയും പോയി. ഇനി ഐസോതെർംസിന്റെ കാര്യം നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. NCERTയിലുള്ളത് അല്ലെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്താലും കിട്ടും. ഈ ജാനുവരിയാണ് മന്ത്. നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്ന് പറഞ്ഞിട്ടില്ല. ജാനുവരിയാണ് മന്ത്. അപ്പോൾ ജാനുവരി മോസ്റ്റ്ലി കോൾഡർ മന്താണ് ഒരു ഇത്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ കോണ്ടിനൻസ് ആയിരിക്കും ഓഷനേക്കാളും കോൾഡ്. ഓക്കെ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് തന്നെ ഈ ഐസോതെർം എന്ന് വെച്ചാൽ സെയിം ടെമ്പറേച്ചറുള്ളൊരു ലൈൻ ആണ് ശരിക്കും ഐസോതെർം. മീൻസ് അതൊരു ഡെപ്പിക്ഷൻ മാത്രമാണ്. അപ്പോൾ സെയിം ടെമ്പറേച്ചർ നിൽക്കുമ്പോൾ കോണ്ടിനൻസ് കോൾഡറും ഓഷ്യൻസ് ഹോട്ടറും ആവും. അതുകൊണ്ട് ആ ലൈൻ സെയിം ടെമ്പറേച്ചർ പോയിന്റ് ചെയ്ത് കറക്റ്റായിട്ട് മാച്ച് ആയി പോകണമെങ്കിൽ ഓഷ്യൻസിലായിരിക്കണം നോർത്ത് ഷിഫ്റ്റും കോണ്ടിനൻസിൽ സദേൺ ഷിഫ്റ്റ് ആയിരിക്കണം. So that was the logic of
പക്ഷെ അത് ഐ തിങ്ക് ദാറ്റ് വാസ് എ ടഫ് പഠിച്ചാൽ മാത്രം കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് ഒരു മൈൻഡ് സെറ്റ് എത്തിയത്. വാസ് ഇറ്റ് NCERT അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്ക് ആയിരുന്നു ഹെൽപ്ഫുൾ ആയത്? NCERT. ഞാൻ NCERT മാത്രമേ ജോഗ്രഫിക്ക് പഠിച്ചിട്ടുള്ളൂ. 12th NCERT. പല ആൾക്കാരും എനിക്ക് തോന്നുന്നു മീൻസ് മജീദ് ഹുസൈനൊക്കെ പഠിച്ചിട്ടില്ല. ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല. ഇത് വായിച്ചിട്ടില്ല. ഒന്നും വായിച്ചിട്ടില്ല. NCERTs മാത്രമേ. ദാറ്റ്സ് എ ഗുഡ് തിങ്. അങ്ങനെ എഴുതിയിട്ടും പ്രിലിംസ് മെയിൻസ് എഴുതിയിട്ട് മെയിൻസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ രാജ്യങ്ങൾ തമ്മിലുള്ള ലാർജസ്റ്റ് കൊക്കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അൾജീരിയ, മൊറോക്കോ, ബോട്സ്വാന, നമീബിയ, കോട്ട് ഡി-ഐവറി, ഗാന, മഡ്ഗാസ്കർ ആൻഡ് മൊസാംബിക്. ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്ത്? കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണുന്നുണ്ടോ അതോ? ഇത് കറണ്ട് അഫയേഴ്സ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും നമ്മൾ ഒന്നാമത്തത് ഈ രാജ്യങ്ങളുടെ പൊസിഷൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസാണ് കുറച്ച് അധികം ചോദിക്കുന്നതും ഒരു കൺഫ്യൂഷൻ വരുന്നതും. കാരണം കൺട്രീസിന് എണ്ണം കൂടുതലാണ്, ഒരു 54 എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ അത് അപ്പോൾ ഇതിൽ ഒന്നാമത്തത് കൊക്കോ ഒരു ട്രോപ്പിക്കൽ പ്ലാന്റേഷൻ ആണത്. അപ്പം ട്രോപ്പിക്കൽ ഏരിയാസിലേക്ക് കുറച്ചും കൂടി അടുത്ത് എന്താണ് ഈ കോട്ട് ഡി-ഐവറും ഗാനയും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എത്താം. അല്ലെങ്കിൽ പിന്നെ കറണ്ട് അഫയേഴ്സ് ഡയറക്റ്റ് ആയിട്ട് വായിച്ചുള്ള ഓർമ്മയിൽ എത്താം. അപ്പോൾ ദാറ്റ് മീൻസ് ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ദാറ്റ് മീൻസ് യു ഹാഡ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ആഫ്രിക്ക. പ്രോപ്പറായിട്ട് ഓരോ കൺട്രീസ് ഓരോ റീജിയൻസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. ഐ തിങ്ക് രാജ്യങ്ങളും കോണ്ടിനെന്റ്സും പലപ്പോഴും നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ ഇങ്ങനെ അത് പഠിക്കണം, ബോർഡർ ഒക്കെ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. സോ അങ്ങനെ ഒരു കേസിലാണ് അത് കറക്റ്റ് ആക്കിയത്. അതെ അതെ, വെരി ഗുഡ്. സോ മൂവിംഗ് ഓൺ, നെക്സ്റ്റ് ഇസ് എ ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ. UPSC തുടങ്ങിയ വർഷം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഇത് ഒബ്വിയസ്ലി നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. നദി, ട്രിബ്യൂട്ടറി, റിവർ, ഡിസ്ട്രിബ്യൂട്ടറി, ഇതൊക്കെ സ്ഥിരം ഓർഡർ ഈസ്റ്റ് വെസ്റ്റും ഈസ്റ്റും ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത്. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹിമാലയൻ റിവർ joining the Ganga downstream of Prayagraj from west to east ആണ്. ഇപ്പോൾ ഹിമാലയൻ നദി ഗംഗ ഡൗൺസ്ട്രീം ഓഫ് പ്രയാഗ് വെസ്റ്റ് ടു ഈസ്റ്റിലെ ഓർഡർ ആണ്. ഗാഗ്ര, ഗോമതി, ഗാണ്ടക്, കോസി. അപ്പോൾ ഈ 4 നദിയുടെ കോമ്പിനേഷനിൽ ദാറ്റ് മീൻസ് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ നദിയുടെ ഓർഡർ അറിയായിരുന്നോ? ഇന്ത്യയിലുള്ള എല്ലാ നദികളല്ല, NCERTസിലുള്ള എല്ലാ നദികളും പഠിക്കും. ബോത്ത് ഹിമാലയൻ ആസ് വെൽ ആസ് പെനിൻസുലർ. പിന്നെ നോർത്ത് ഈസ്റ്റേൺ റിവേഴ്സും മീൻസ് ഹിമാലയൻ റിവേഴ്സിൻ്റെ ഭാഗം അല്ലാത്ത കുറച്ച് നോർത്ത് ഈസ്റ്റേൺ റിവേഴ്സ് ഉണ്ട്. ഈ ബറാക്ക് അങ്ങനത്തെ റിവേഴ്സ്. ഓക്കെ, അതും ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്, എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ ഇതന്നെ ഈ ഓർഡർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു കൺഫ്യൂസിംഗ് അല്ലേ? കൺഫ്യൂസിംഗ് ആണ്. അത് പഠിക്കാൻ തന്നെ വേണം, അല്ലാണ്ട് വേറെ മീൻസ് ലോജിക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, പഠിക്കാൻ വേണം. പക്ഷേ ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളിത് പഠിച്ചാൽ ഒരു ക്വസ്റ്റൻ എന്തായാലും വരും, ആ ഒരു 2 മാർക്ക് ഉറപ്പിക്കാം. മീൻസ് നമ്മളത് പഠിക്കുമ്പോൾ അത് 2 മാർക്ക് ഉറപ്പിച്ചിട്ട് നമുക്ക് പഠിക്കാതെ. മീൻസ് നമ്മൾ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും മിസ് ഔട്ട് ആയി. സ്റ്റാർട്ട് ഫ്രം നമുക്ക് സൗത്ത് ഇന്ത്യൻ പെനിൻസുലർ റിവേഴ്സും നോർത്ത് ഇന്ത്യൻ റിവേഴ്സ് എല്ലാം ഓർഡർ തന്നെ പോകും. കൃഷ്ണ, കാവേരി, ഗോദാവരി, ഗംഗ, തുംഗഭദ്ര റിവേഴ്സും എല്ലാത്തിനും ഓർഡർ അറിയുന്നു. അറിയാം, അത് NCERTയിൽ ഉണ്ട് മെൻഷൻ ചെയ്ത റിവേഴ്സും. പിന്നെ PYQസിൽ NCERTയിലെ ജോഗ്രഫിയിൽ വളരെ ഇങ്ങനെ നദികൾ ഉണ്ടെന്ന് പറയുന്നത് ഓർഡർ ഒന്നും പറയുന്നില്ല, അതൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, എന്തായാലും ടൈം എന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ആദ്യത്തെ മൊത്തം ജോഗ്രഫിയാണ് തോന്നുന്നു. ഐ തിങ്ക് ദിസ് ടൈം പിന്നെയും സ്റ്റേറ്റ്മെന്റ് ആണ്. റെയിൻഫോൾ ഇസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ വെതറിംഗ് ഓഫ് റോക്ക്. റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് ഇൻ സൊല്യൂഷൻ. സോ ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ബേസിക്കലി. എന്തായിരുന്നു അപ്രോച്ച് ഇതിൽ ഒന്നാമത്തത് വെതറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നെ ഉണ്ട് NCERTയിൽ. അതിലപ്പോൾ ഈ കെമിക്കൽ വെതറിംഗ്, ഫിസിക്കൽ വെതറിംഗ് എല്ലാം അതിൽ വരും. അപ്പോൾ റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ്, ഒബ്വിയസ്ലി അറ്റ്മോസ്ഫിയറിലൊരു ഗ്യാസാണ്. റെയിൻ വാട്ടർ എന്തായാലും കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ റെയിൻ വാട്ടർ കാർബോണിക് ആസിഡായിട്ടാണ്, മീൻസ് കാർബൺ ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കെമിക്കൽ വെതറിങ്ങിന് അതൊരു മീൻസ് അത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് 2 ഞാൻ കറക്റ്റാക്കി തന്നെ എടുത്തു. സ്റ്റേറ്റ്മെന്റ് 1 ഇത് പുതിയ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, മീൻസ് ഇതിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ആൻഡ് ബോത്ത് എക്സ്പ്ലെയിൻ. സോറി, ഞാൻ സ്റ്റേറ്റ്മെന്റ് 3 കണ്ടില്ല. റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉണ്ടായിരുന്നു, നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പോലെ അല്ല. ഇതൊരു പുതിയൊരു ഫോർമാറ്റ് ആണത്. ഓക്കെ, അപ്പോൾ അതിൽ 2 കറക്റ്റ് ആക്കി. യെസ്, 3 അഗൈൻ റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് ഓക്സിജൻ ഉണ്ടാവും. 2ഉം 3ഉം വെച്ചിട്ട് ബാക്കി എലിമിനേഷൻ വർക്ക്. യെസ്, അപ്പോൾ ഒന്ന് കെമിക്കൽ വെതറിങ്ങും മറ്റേത് ഓക്സിഡേഷനും ക്രിയേറ്റ് ചെയ്യും. അത് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ കോൺസെപ്റ്റ്. ഓക്കെ, ഗുഡ്. ഇനിയും അടുത്ത വേണമെങ്കിൽ ജോഗ്രഫി ആയിട്ട് കാണാം. പക്ഷേ ഇത് നമുക്ക് ജോഗ്രഫി ആയിട്ട് കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഈ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും
കറണ്ട് അഫയേഴ്സ് തന്നെ വരുന്നത്. കാരണം കറണ്ട് അഫയേഴ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഐസോതെർമ ചോദിച്ചതും എന്തെങ്കിലും ഒരു കറണ്ട് അഫയർ ന്യൂസ് എന്നായിരിക്കും നമ്മളായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നല്ലോണം പേപ്പറൊക്കെ വായിച്ചാൽ എല്ലാം നമുക്ക് ബാക്കിൽ കിട്ടും. നോർത്ത് സീയുടെ രാജ്യങ്ങളാണ് നമ്മുടെ കൺട്രീസ് അവർ ബോർഡർ വിത്ത് നോർത്ത് സീ. ഫിൻലൻഡ്, ജർമ്മനി, നോർവേ, റഷ്യ അതിലെങ്ങനെ എത്തി? അതിപ്പോൾ ഒബ്വിയസ്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് അതിലെത്തിയപ്പോൾ എന്തായിരുന്നു? ഒന്നാമത്തത് അതും മാപ്പിംഗ് ഞാൻ പഠിച്ചിരുന്നു. ഡെലിബറേറ്റ് ആയിട്ട് മാപ്പിംഗ് ആ ഒരു റീജിയനെല്ലാം പഠിച്ചിരുന്നു. നോർത്ത് സീ എവിടെയാണ്, ബോർഡർ കൺട്രീസ് എവിടെയാണ് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതൊരു ചോദ്യം. അപ്പോൾ വാട്ട് ഈസ് യുവർ പുതിയ സ്ട്രാറ്റജികൾ എന്താണ്? അപ്പോൾ പുതിയ ആസ്പിറൻസിൻ്റെ സ്ട്രാറ്റജി അറിയണമല്ലോ. അപ്പോൾ നിങ്ങളെങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട സീ അതിൻ്റെ ബോർഡറിംഗ് രാജ്യങ്ങളെല്ലാം ഡെലിബറേറ്റ്ലി പഠിച്ചോ? ഞാൻ ഡെലിബറേറ്റ്ലി പഠിച്ചിരുന്നു. ഈ നോർത്ത് സീ ഒക്കെ എന്തായാലും, നോർത്ത് സീ, മെഡിറ്ററേനിയൻ സീ, എർത്ത് സീ, ബ്ലാക്ക് സീ, അതെ അതെ, എല്ലാ സീയും അനുസരിച്ച് രാജ്യങ്ങൾ. ബ്ലാക്ക് സീ ഒക്കെ എന്തായാലും പഠിച്ചിരുന്നു. കാരണം യുക്രൈൻ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ്. കാരണം ഈ അറ്റംപ്റ്റ് ഒന്നും നമുക്ക് വേസ്റ്റ് ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേർത്തി എഫേർട്ടാണ് നമ്മളെടുത്ത്. എത്ര ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ഒരാഴ്ച മുഴുവൻ മൊത്തം രാജ്യങ്ങൾ പഠിച്ചോ? ഞാനത് ഒരു ഫ്രണ്ടായിട്ട് ഇരുന്ന് ഒരുമിച്ച് മീൻസ് ഡിസ്കസ് ചെയ്ത് പഠിക്കലായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ്? ഇതിൽ റഷ്യ അല്ലാന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എളുപ്പമാണ് റഷ്യ അല്ലാതെ കൺക്ലൂഡ് ചെയ്യാം. പിന്നെ റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഫിൻലൻഡ്. അപ്പോൾ ഈ 2 രാജ്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ജർമ്മനി നോർവേയിലേക്ക് എത്തി. ജർമ്മനി നോർവേയിലേക്ക് എത്തി. ഗുഡ്. അടുത്ത ചോദ്യം, ഇതും സത്യം പറഞ്ഞാൽ UPSCയുടെ പഴയ ചോദ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു 2011 മുന്നേ നോക്കിക്കഴിഞ്ഞാൽ വെൻ യു അനലൈസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വാട്ടർഫാൾസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന. വാട്ടർഫാളും റിവറും റീജിയനും ആണ്. അപ്പൊ ഇങ്ങനത്തെ കോളം കൂടുന്നതനുസരിച്ചിട്ട് കോംപ്ലിക്കേഷൻ അതിനോടൊപ്പം തന്നെ ഓൺലി 2 ഓപ്ഷൻ. അത് ക്വസ്റ്റ്യൻ ടഫായി, കോളത്തിന്റെ എണ്ണം കൂടി, അതേപോലെ തന്നെ ഓപ്ഷണൽ പിന്നെ ഓൺലി 1 only 2 ആക്കി. ഇത് സത്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു റാൻഡം സാധാരണക്കാരുടെ ചോദിക്കുകയാണ്. ഗെറ്റ്സോപ്പ ഫാൾസ് ഇസ് വെരി ഫേമസ്. ജോഗ് ഫാൾസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ദാവനാദര ഹുൻഡ്രു ഫാൾസ് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ശരിയാക്കി വിട്ടോ? ഞാൻ വിടാണ് ചെയ്തത്. ഓക്കെ, ഇത് വിട്ടു. മീൻസ് വല്ലാതെ വിട്ടു കംപ്ലീറ്റ് ആയിട്ട് ലീവ് ചെയ്തു. ഈ ഒരു കാര്യം കൂടി കണ്ടപ്പോൾ ഇപ്രാവശ്യം എത്ര അറ്റംപ്റ്റ് ചെയ്തു? 100 ഞാൻ 90 above അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. 90 above is actually really good. 90 above ഇട്ടിട്ട് പലരും പറയാനുണ്ട് 90 ഒന്നും അറ്റംപ്റ്റ് ചെയ്യരുത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം ഈ പ്രാവശ്യം കട്ട് ഓഫ് കൂടാനുള്ള സിമ്പിൾ ആണ്. അപ്പോൾ 90 above കൊടുത്തു. മീൻസ് ഒന്നാമത്തെ നമ്മളത് ഇത്രയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പ്രീ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ച് മീൻസ് കിട്ടാതെ ചെയ്യുക എന്നുള്ളതാണ് നമ്മളത്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു മോശം ബോളർ വന്നു, ഡിഫൻസ് കളിക്കുന്ന കാര്യമില്ല, വേണമെങ്കിൽ 6 ബോളിൽ 6 6 അടിക്കാന്ന് പറയുന്ന ചാൻസ് ആണ് എടുത്തത്. അപ്പോൾ ഇത് വിട്ടു. ഇത് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇത് വാട്ടർഫാൾസ് അല്ലാതെ പ്രിപ്പയർ ചെയ്തിരുന്നോ? ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് റീജിയൻ വെച്ചിട്ടും റിവറും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു. ഫേമസ് വാട്ടർഫാൾസ് പഠിച്ചു പോയിരുന്നോ? ജസ്റ്റ് ഒന്ന് മീൻസ് ഈ വേൾഡ് മാപ്പിംഗ് ഒന്നും പഠിക്കണ ആ ഒരു റിവേഴ്സ് സിസ്റ്റം ഒന്നും പഠിക്കാൻ ഫേമസ് ആയിട്ട് വാട്ടർഫാൾ നോക്കിയിരുന്നു. പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സംടൈംസ് UPSC പ്രിലിംസ് ഏറ്റവും വലിയ കാര്യമാണ്. സംടൈം UPSC 100 ക്വസ്റ്റനിൽ 10-25 ക്വസ്റ്റൻ ആരും അറ്റംപ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് തന്നെ ഉണ്ടാക്കുന്നത്. സം ക്വസ്റ്റൻസ് ആർ നോട്ട് മെന്റ് ടു ബി ആൻസർഡ്. അത് നൈസായിട്ട് ഏത് ക്വസ്റ്റൻ ആണ് നോക്കിയിട്ട് വിടുന്നതാണ് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ട. പിന്നെ മാപ്പാണ്, പിന്നെ കോളമാണ്. ഇതെനിക്കൊന്ന് പിന്നെ ഇത് ബേസിക് NCERT തന്നെയായിരുന്നു. ബേസിക് NCERT മൗണ്ടൻസ്, റീജിയന്, ടൈപ്പ് ഓഫ് മൗണ്ടൻ. അത് ഇതായിരിക്കും. എങ്ങനെയായിരുന്നു ഇതിന്റെ അറ്റംപ്റ്റ്? ഇത് ഒരുപാട് മൗണ്ടൻസ് എനിക്ക് അറിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻഡസ് മൗണ്ടൻസ്, സൗത്ത് അമേരിക്ക ഫോൾഡ് മൗണ്ടൻസ് അന്ന് ഉറപ്പായിരുന്നു. ഇതിൽ സെക്കൻഡ് വരുന്ന ആൽപ്സ് മൗണ്ടൻസ്, അത് ബ്ലോക്ക് മൗണ്ടൻസ് അല്ല ഫോൾഡ് മൗണ്ടൻസ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഈ വോസേജസ് മൗണ്ടൻസ് എനിക്ക് ഉറപ്പില്ലാത്തൊരു മൗണ്ടൻ റേഞ്ചസ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇതിൽ ആൽപ്സ് അറിയായിരിക്കും. ആൽപ്സ് അറിയാം. മൗണ്ടൻസ് എല്ലാം ആൽപ്സും അപ്ലേഷനും ആൽപ്പീസും അറിയാം. ഇതെല്ലാം ഫോൾഡ് ആണോ ബ്ലോക്ക് ആണോ അറിയായിരുന്നു? മറ്റേ ആൽപ്സ് ഫോൾഡ് ആണെന്ന് അറിയായിരുന്നു, ബ്ലോക്ക് അല്ലാന്ന് എനിക്ക്. അപ്പോൾ അതൊന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. ആൻഡസും ഫോൾഡ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്ലേഷൻസ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന സെൻട്രലൈസേഷൻ വോസേജസ് ബ്ലോക്ക് ആണോ എന്നുള്ളത് അതെനിക്ക് ഇത് കറക്റ്റാക്കിയോ? ഇല്ല, ഞാനത് വിട്ടു. കാരണം ഓൾറെഡി 90 above ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് 10 തന്നെ 9 എത്തിച്ചു. 8 കറക്റ്റ് ആക്കിച്ചത്. അതെ. പിന്നെ ഒരു കാര്യം, എനിക്കത് ബേസിക് NCERT മൗണ്ടൻ ഫോർമേഷൻ പഠിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഹിമാലയത്തിന്റെ ഫോർമേഷനൊക്കെ പറയുന്നുണ്ട്. ബ്ലോക്ക് മൗണ്ടൻ ആണോ, ഫോൾഡ് മൗണ്ടൻ ആണോ, യങ് ഫോൾഡ് മൗണ്ടൻ. അതിൽ തന്നെ മൗണ്ടൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഏതൊക്കെ മൗണ്ടൻ ഏതൊക്കെയാണ്. പക്ഷെ നമ്മളത് ഓർത്തെടുക്കാൻ ടേബിൾ ഒരു ചെറിയൊരു ചലഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു.
സോ വിൽ മൂവ് ടു ദ 11th ക്വസ്റ്റ്യൻസ് ഇതാണ് അതിൽ യെസ് അഗൈൻ എയർപോർട്സിനെ കുറിച്ചാണ് ചോദിച്ചത്. അഗൈൻ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് ബ്രൗൺഫീൽഡ് ഒക്കെ ചോദിക്കും. ഇവിടെ ഡോണി പോളോ കുഷിനഗർ വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട്. സത്യം ഈ ചോദ്യം ഈ എയർപോർട്ടുകൾ കേട്ടിട്ടുണ്ടായിരുന്നോ? വിജയവാഡ എയർപോർട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മറ്റു രണ്ടെണ്ണം ഞാൻ കേട്ടിട്ടില്ല. ഇത് കറക്റ്റ് ആക്കിയ ചോദ്യം? ഇത് കറക്റ്റ് ആക്കിയിരുന്നു. കറക്റ്റ് ആക്കി. അപ്പോൾ എന്താ വാട്ട് വാസ് യുവർ ലോജിക് ബിഹൈൻഡ് ദാറ്റ്? ഇതിൽ ഗ്രീൻഫീൽഡ് പ്രൊജക്ട്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും റീസെന്റ് പാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, റീസെന്റ് പാസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം 1 or 2 years ഓക്കെ ആണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ഞാൻ വിജയവാഡ എയർപോർട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എന്ത് ഡെവലപ്മെന്റ് നടന്നാലും അത് ഗ്രീൻഫീൽഡ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബ്രൗൺ ഫീൽഡ് ആവും. സോ അതൊരു പുതിയ പ്രോജക്റ്റ് ആവണേ നിർബന്ധമില്ല. അപ്പം സീനിയർ ആസ്പിറന്റ് ആയി 2 വർഷം മുന്നേ പഠിച്ചപ്പോൾ എവിടെയോ വിജയവാഡ കേട്ടിട്ടുണ്ടായിരുന്നു. വിജയവാഡ കേട്ടു. അപ്പോൾ അത് വെച്ച് 3 കട്ട് ചെയ്തപ്പോൾ 1, 2, 3, 1 and 3, 2 and 3 കട്ടായി പോയി. അതെ, അങ്ങനെയാണോ? അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിൽ ഡോണി പോളോ കുഷിനഗർ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. ഇല്ല, മീൻസ് ഏതെങ്കിലും ഒരെണ്ണം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അതിന് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഇപ്പം 3 തന്നെയായിരുന്നു. വിജയവാഡ തന്നെ ക്യാൻസൽ ചെയ്ത 1 അല്ല. എനിക്ക് തോന്നുന്നു എല്ലാം പിന്നെ ഉള്ളത് കുഷിനഗർ ഇന്റർനാഷണൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും അങ്ങനെ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി. അതെ അതെ, എനിക്കൊന്ന് എപ്പോഴും ഒരു ഇയർലി ന്യൂസ് പേപ്പറിൽ ഐ എം ഷുവർ എനിക്കൊന്ന് ഇതിലല്ല ഹിന്ദുവിൽ തന്നെ ഇഷ്ടം പോലെ പ്രാവശ്യം പുതിയ എയർപോർട്ട് ഇപ്പോൾ മറ്റേ ഉദാഹരണത്തിന് ഉഡാൻ RCS സ്കീമിൽ തന്നെ ഇഷ്ടം പോലെ എയർപോർട്ട്സ് അനൗൺസ് ചെയ്തു. അതെ അതെ. അതിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഗ്രീൻഫീൽഡ് ഏതാണ് ബ്രൗൺ ഫീൽഡ് ഏതാണെന്ന് മനസ്സിലായി. ഏതെങ്കിലും ഒരു ഗസ്റ്റ് വെച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. ഗുഡ്. അടുത്ത ചോദ്യം വാട്ടർ വേപ്പറിനെ കുറിച്ചാണ്. I think ഇതും വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ഗ്യാസ് വിത്ത് ഡിക്രീസിംഗ് വിത്ത് പെർസെന്റേജ് മാക്സിമം അറ്റ് ദ പോൾസ്. വാട്ട് വാസ് യുവർ ലോജിക് ഇൻ ദിസ്? ബേസിക് നോളജ് അപ്ലൈ ചെയ്ത് തന്നെയാണ്. മീൻസ് വാട്ടർ വേപ്പറാണ്. മീൻസ് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും കുറയും. മീൻസ് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും എന്തായാലും അറ്റ്മോസ്ഫിയർ ഡെൻസിറ്റി കുറയും. അപ്പോൾ വാട്ടർ വേപ്പർ പോലത്തെ എല്ലാ ഗ്യാസസിൻ്റെയും പ്രസൻസ് ഓൾറെഡി കുറയും. അപ്പോൾ എന്തായാലും വാട്ടർ വേപ്പർ കുറയും. രണ്ടാമത്തെ പെർസെൻറ്റേജ് മാക്സിമം അറ്റ് ദ പോൾസ് അല്ല, മാക്സിമം അറ്റ് ഇക്വേറ്റർ ആണ് ആൻസർ. മീൻസ് ഒബ്വിയസ്ലി ഹീറ്റ് ഇക്വേറ്ററിലാണല്ലോ കൂടുതലാണ്. അതുകൊണ്ട് ആ ലോജിക് വെച്ചിട്ട് കറക്റ്റ് ആൻസർ ഇസ് 8. 1 എത്തി. അങ്ങനെ കട്ട് ചെയ്ത് 1 എത്തി. സോ ഗുഡ്. അടുത്ത ചോദ്യം അഗൈൻ precipitation, ടെമ്പററി ആനുവൽ ആൻഡ് ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, precipitation ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരു ക്ലൈമാറ്റിക് ഫീച്ചർ വന്നിട്ട് ഏത് ക്ലൈമാറ്റിക് ഫീച്ചറിന് മുന്നേ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ ഏരിയ ഇതിൽ ക്യാൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ക്ലൈമറ്റ് ടൈപ്പ് മുഴുവൻ അറിയായിരുന്നോ? അറിയണം. അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് അതിനോട് സൈനികമായിട്ട് പഠിച്ചിരുന്നു. ഇന്ത്യൻ ക്ലൈമറ്റ് ടൈപ്പും വേൾഡ് ക്ലൈമറ്റ് ടൈപ്പ്. വേൾഡ് ക്ലൈമറ്റ് മീൻസ് ബേസിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് എല്ലാ വേൾഡ് ക്ലൈമറ്റും. ഇപ്പോൾ സൈബീരിയൻ, ചൈനീസ്, ഇക്വേറ്റോറിയൽ. പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയുടെ ക്ലൈമറ്റ് ഏത് മാസം? മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആയിട്ട് നിൽക്കും. അത് അപ്പോൾ അത് വിന്റർ റെയിൻഫോൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ടു ബി നോട്ടഡ്. അതായത് ഒരു അപ്പോൾ അങ്ങനെ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് ടൈപ്പ് അങ്ങനെ തന്നെ പഠിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്ലൈമറ്റ് ടൈപ്പ് ഏതായിരുന്നു? ഇത് മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് ആണത്. അത് സാധാരണ പെട്ടെന്നാണ് നമ്മൾ കാണാത്തൊരു പേരുമാണ്. അത് ബ്രിട്ടീഷ് ടൈപ്പ് ക്ലൈമറ്റ് എന്നാണ് ഞാൻ പഠിച്ചില്ല. ബ്രിട്ടീഷ് ടൈപ്പ് ക്ലൈമറ്റ് എന്നാണ്. പക്ഷേ ഈ പ്രസിപ്പിറ്റേഷൻ ത്രൂ ഔട്ട് ദി ഇയർ എന്ന് വരുമ്പോൾ ഒന്നുകിൽ ഇക്വേറ്റോറിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ നോർമലി പഠിച്ചാലും ചൈന ടൈപ്പ് ക്ലൈമറ്റ് എന്നും ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കൽ, അതും ഈ മറൈൻ ചൈനീസ് ടൈപ്പ് ക്ലൈമറ്റിൽ എനിക്ക് തോന്നുന്നു റെയിൻഫോൾ ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ടെമ്പറേച്ചർ കുറച്ചുകൂടി വേരി ചെയ്യും. മറൈൻ വെസ്റ്റ് കോസ്റ്റ് എത്തണമെങ്കിൽ അറിയാതെ പറ്റില്ല, അറിയാൻ പറ്റില്ല. പഠിച്ചാൽ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ പഠിക്കുന്നതിൽ കിട്ടണം നിർബന്ധമൊന്നുമില്ല തോന്നുന്നു എനിക്ക്. ഓക്കെ, മൂവിംഗ് ഓൺ. ഇത് പിന്നെയും ജോഗ്രഫി അറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് കൊറിയോളിസ് ഫോഴ്സ് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതെ സർ. നമ്മൾ ഏതൊരു സൈക്കിൾ ഫോർമേഷൻ കണ്ടാലും ഡെഫിനറ്റ്ലി നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് ആപ്ലിക്കേഷൻ നോക്കിയേ പറ്റുള്ളൂ. എന്തായിരുന്നു ഹൗ വാസ് യുവർ ലോജിക് ഇൻ ക്രാക്കിംഗ് ദിസ്? ഇത് ഡയറക്റ്റ് NCERT ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ മീൻസ് ഞാനിത് ലോജിക്കിന് ഉപരി നോളജിനെ ഉപയോഗിച്ച് ക്രാക്ക് ചെയ്തത്. ഞാനിതിൽ ഇറ്റ് ഈസ് മാക്സിമം അറ്റ് ദി പോൾസ് ആൻഡ് ആബ്സെൻ്റ് അറ്റ് ദി ഇക്വേറ്റർ. കറക്റ്റാണത്. പോൾസിൽ കൂടുതലും ഇക്വേറ്ററിൽ ആബ്സെൻ്റ് ആണത്. അതുപോലെ തന്നെ മീൻസ് ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വിൻഡ് വെലോസിറ്റി. അതും കറക്റ്റായിട്ട് NCERTസിൽ അതിൽ കറക്റ്റായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു 6ാം ക്ലാസ് തൊട്ടുള്ള ബേസിക് NCERT വായിച്ചാൽ സോൾവ് ചെയ്യാൻ കിടക്കുന്നത്. അപ്പോൾ യു അറൈവ്ഡ് അറ്റ് ദി ആൻസർ. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ്. June 21 ഓഫ് ദി ഇയർ സൺലൈറ്റ് ഇസ് മോർ ദാൻ 12 hours. Which of the following latitude experience sunlight more than 12 hours? Equator, Tropic of Cancer, Capricorn, Arctic Circle. So again,
നമ്മൾ ഇക്വിനോക്സ് സോളിസ്റ്റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൺസെപ്റ്റ് എല്ലാം ഇത് എനിക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഈ സോളിസ്റ്റൈസ് ഇതൊക്കെ റിപ്പീറ്റഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്തത് ഈ ക്വസ്റ്റൻ? ഇതിൽ June 21 എന്താണെന്ന് നോക്കണം. പ്രത്യേകിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് സമ്മർ സോളിസ്റ്റിസ് ആണത്. അപ്പോൾ എർത്തിൻ്റെ ടിൽട്ട് അനുസരിച്ച് മീൻസ് കറക്റ്റ് സൺറൈസ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ കറക്റ്റ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ ഷൈൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ആർട്ടിക് സർക്കിൾ മീൻസ് ആർട്ടിക് റീജിയൻസിൽ 6 months സൺലൈറ്റും 6 months ഡാർക്ക്നെസ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൂടെ തന്നെ ഈ 2 and 4 ഞാൻ ഇത് കറക്റ്റാക്കി. അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരോട് ചോദിക്കേണ്ട വലിയൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അതായത് ഈ പല ആൾക്കാർക്കും ജോഗ്രഫി പഠിക്കുമ്പോൾ ശരിക്കും ക്യാപ്രിക്കോൺ ഏതാ, ക്യാൻസർ ഏതാണ്, അല്ലെങ്കിൽ ഈ സോൺ ഏതാണ്, ബേസിക്സ് സ്ട്രോങ് ആയിരിക്കും. അതായത് ബേസിക്സ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഉണ്ട് എനിക്കൊന്ന് പിന്നെയും വേൾഡ് മാപ്പിംഗിൻ്റെ ചോദ്യമാണ്. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ പീക്ക്ലൻഡ് ഉണ്ട്, 3 years ഓഫ് ഗ്ലോബൽ കാർബൺ എമിഷൻ ഉണ്ട്, ഡിസ്ട്രക്ഷൻ. ഇതിൽ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഫീച്ചർ ചെയ്യുന്ന ഏത് കോങ്കോ, ആമസോൺ, കിക്കോറി, റിയോ ഡി പ്ലാറ്റ, ഇതറിയായിരുന്നോ? ഇത് ഞാൻ ഫെർഗസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ലാർജസ്റ്റ് ട്രോപ്പിക്കൽ പീക്ക്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇത് കറക്റ്റാക്കി. ഇത് അറിയായിരുന്നോ? ഈ ആമസോൺ ഇത്രയും ഫീച്ചേഴ്സ് വെച്ചിട്ട് ആമസോൺ, കോങ്കോ, കിക്കോറി ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഇതിൽ നമുക്ക് മീൻസ് എല്ലാ ഫാക്റ്റും നമുക്ക് ജോയിൻ ചെയ്ത് ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പം ഞാനിതിലെടുത്തത് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ പീക്ക്ലാൻഡ് എന്നുള്ളൊരു ആ ഒരു പോയിന്റ് എടുത്തിട്ട് എനിക്ക് ഉറപ്പായിരുന്നു ആമസോൺ ബേസിൻ ട്രോപ്പിക്കൽ അല്ല, ഓക്കെ, കോങ്കോ ആണ്. ഓക്കെ. അപ്പോൾ അത് കിക്കോറി അറിയായിരുന്നോ? ഇല്ല, കിക്കോറി അറിയില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും 3 years worth ഓഫ് ഗ്ലോബൽ കാർബൺ എമിഷൻ ഫ്രം ഫോസിൽ ഫ്യൂൽസ് ഇതൊക്കെ മീൻസ് ഒരു ലാർജ് കോങ്കോ. അപ്പോൾ റയോ ഡി പ്ലാറ്റ ആവാൻ സാധ്യതയില്ല. കാരണം അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ നോളജ് അപ്ലൈ ചെയ്തല്ലേ. മീൻസ് അതായത് 3 വർഷം അത്രയും കൺസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ഇത് രാവിലെ ഒരു ഗസ് എടുത്തു. അതെ. ചില സമയത്ത് ഗസ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് കിട്ടില്ല മീൻസ് എല്ലാ ക്വസ്റ്റ്യൻസ്. അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇത് PFAS ഇത് എവിടെ നിന്നൊക്കെ ഇത് സോൾവ് ചെയ്തോ? ഇത് കറക്റ്റാക്കി. അതായത് പോളിക്ലോറോ ആൽക്കൈൽ സബ്സ്റ്റൻസ് മുമ്പ് കേട്ടിട്ടുണ്ടോ? മീൻസ് ഇല്ല, ഞാൻ പോളി എത്തിലീൻ സബ്സ്റ്റൻസ് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഇത് കറണ്ട് അഫയർ ആയിട്ടാണോ മാർക്ക് ചെയ്തത്? ഇത് ഞാൻ ലോജിക്കലി മീൻസ് ഇത് കറണ്ട് അഫയറിൽ ഉണ്ടായിട്ടുണ്ടാകും ഈ സബ്സ്റ്റൻസ് എന്താണെന്ന്. പക്ഷെ നമ്മൾ ഇപ്പോൾ കെമിസ്ട്രിയുടെ കുറച്ച് നോളജ് വെച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോളി ഫ്ലോറോ ആൽക്കൈൽ സബ്സ്റ്റൻസ് പല ആൾക്കാരും എനിക്ക് ഉറപ്പാണ് ഈ PFAS എന്ന് പറയുന്ന സംഭവം പലപ്പോഴും ഇത് കാണുമ്പോൾ തന്നെ ഈ 3 ഓപ്ഷൻ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എനിക്കറിയില്ല PFAS ചെയ്യണമെന്നില്ലേ. ഹൗ ഡിഡ് യു അറൈവ് അറ്റ് ദിസ് ആക്ഷൻ? കെമിസ്ട്രിയുടെ നോളജ് കൊണ്ടാണ് എത്തിയത്? മീൻസ് കെമിക്കൽ നോളജ് ഞാൻ ഉപയോഗിച്ചിരുന്നു അതിൽ. സോ യു കം ഫ്രം an engineering background. അതെ. അപ്പോൾ അതും നോട്ട്. അപ്പോൾ ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് എക്കണോമിക്സ് എടുത്തിട്ട് ചിലപ്പോൾ PFAS കിട്ടണമെന്നില്ല. ഇല്ല. ഓക്കെ. So PFAS are found to be widespread in drinking water, food packaging, food and food packaging materials. PFAS are not easily degraded in the environment. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുമ്പോൾ പോളിഫ്ലോറോ ആൽക്കൈൽ സബ്സ്റ്റൻസസ് എന്താ വെച്ചാൽ ആ ഒരു സബ്സ്റ്റൻസസ് നമുക്ക് കെമിക്കലി നമുക്ക് മനസ്സിലാക്കാം അത്രയ്ക്ക് പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യില്ല സംഭവം. മീൻസ് അത്ര ഡിഗ്രേഡബിൾ അല്ല, സ്ട്രോങ് ബോണ്ടുകളായിരിക്കും അത്. എങ്കിൽ പിന്നെ എൻവയോൺമെന്റ് എളുപ്പമായിരുന്നില്ല, ഡിഗ്രേഡ് പോയിരുന്നില്ല. അപ്പോൾ ആ സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്തു. ആ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ D പോയി, A പോയി, B പോയി. അല്ല, സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് എടുക്കാം. കറക്റ്റായിട്ട് എടുത്തു. ഓക്കെ, മീൻസ് കറക്റ്റായിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് എടുത്തു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് ലിങ്ക് ചെയ്തിട്ടാണ് മറ്റു 2 സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ ബാക്കി എല്ലാം അവിടെ കിടപ്പുണ്ട്. ഇനിയുണ്ടോ? പിന്നെ 2 ആയിട്ട് വെരി മച്ച് ലിങ്ക്ഡ് ആണ് തേർഡ് ക്വസ്റ്റ്യൻ. Persistent exposure can lead to bioaccumulation. അതൊരു കോമൺ ഒരു ലോജിക്കൽ വരേണ്ട സാധനമാണ്. കാരണം നോൺ ഡീഗ്രേഡബിൾ സംഭവങ്ങളെല്ലാം മീൻസ് മോസ്റ്റ് പ്രോബബ്ലി ബയോ അക്യുമുലേഷൻ ക്രിയേറ്റ് ചെയ്യും. കാരണം മീൻസ് നോൺ ഡീഗ്രേഡബിൾ ആയതുകൊണ്ടാണല്ലോ അക്യുമുലേറ്റ് ചെയ്യുന്നത് സംഭവം. അപ്പോൾ അപ്പോഴും 1, 2, 3 ഉണ്ട് ഓപ്ഷൻ. പിന്നെ മീൻസ് ഞാൻ ഒരു ഫെർഗസ് എടുത്തു. സംഭവം മീൻസ് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉണ്ടാവും. 1, 2, 3 ആൻസർ കൊടുത്തിരിയാണ്. ഒരു ഗസ് എടുത്തോളാം. ഇതും ഒരു വലിയ ചാൻസ് ആണ്. പല ആസ്പിരൻസും ഇവിടം വരെ ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അതേ സെറ്റിലാണ് നമ്മൾ എത്തി. നമ്മളും 2, 3 വരെ എത്തി. അപ്പോഴും ഓപ്ഷൻ 1, 2, 3 കിടപ്പുള്ളപ്പോൾ അത് ഗസ് എടുത്തു. അത് മീൻസ്
കറക്റ്റ് ആണെന്ന് വിചാരിച്ചു. കറക്റ്റ് മീൻസ് വിചാരിക്കലല്ല, ഞാനത് അതിലേക്ക് എത്തി. കാരണം മീൻസ് അക്യുമുലേഷൻ നടക്കുമ്പോൾ മീൻസ് ബയോ അക്യുമുലേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഇൻടേക്കിലേക്ക് വരുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസസിൽ ഇത് പ്രസന്റ് ആയിരിക്കണമല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കേസ് എടുത്തു. ആ, അപ്പോൾ ദാറ്റ്സ് എ ലോജിക്കൽ കേസ്. ബ്ലൈൻഡ് ആയിട്ട് പോകുന്നത്. ബ്ലൈൻഡ് ആയിട്ട് ഓക്കെ.